അതാ ഞാൻ പറയുന്നത്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും ശരിക്കും ഒരേ തൂവൽ പക്ഷികളാണ്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയാണ് ലീഗിന്റെ പതാക മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ സമയത്തുണ്ടായത്. അത് വലിയ പ്രശ്നങ്ങൾ ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഷാഫി പറമ്പിൽ വടകരയിൽ വന്ന് ഇറങ്ങിയപ്പം മുഴുവൻ ലീഗിന്റെ പതാകയും കോൺഗ്രസിന്റെ പതാകയുണ്ട്, പക്ഷെ ഇവർക്ക് ലീഗിന്റെ പതാക മാത്രമേ കണ്ണ് പെടുന്നുള്ളൂ എന്ന് തോന്നുന്നു. അന്ന് ഇവിടുത്തെ സൈബർ ഇടങ്ങളിൽ, മാർക്സിസ്റ്റ് സൈബർ ഇടങ്ങളിൽ വടകര ഇതൊന്നും എടുത്താൽ മതി നിങ്ങള്. മാർക്സിസ്റ്റ് സൈബർ ഇടങ്ങളിൽ വടകര പാകിസ്ഥാനിലാണോ എന്നാണ് ചോദിച്ചത്. എന്തിനാ അവിടെ ഉള്ളത്? മാർക്സിസ്റ്റ് ഇടങ്ങളിലാണോ, മാർക്സിസ്റ്റ് സൈബർ ഗുണ്ടകൾ വടകര പാകിസ്ഥാനിലാണോ എന്നാണ് ചോദിച്ചത്. ഇതേ ചോദ്യം തന്നെയാണ് BJPയുടെ സൈബർ ഇടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ആകെ വേവലാതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനാട്ടിൽ ലീഗിന്റെ പതാക കാണുന്നില്ല. അപ്പൊ ഈ കേരളത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിഷയം ലീഗിന്റെ പതാക ആരെങ്കിലും കൊണ്ടുപോയിരുന്നോ അല്ലെങ്കിൽ ലീഗിന്റെ പതാക കൊണ്ടുവരാതെ ഇരിക്കുന്നോ എന്നുള്ളതാണോ? ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോഡ് ഷോയിൽ പതാക വേണോ പതാക വേണ്ടെന്ന് തീരുമാനിക്കുന്നത് UDF അല്ലേ, അതല്ലാതെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ AKG സെന്ററിനല്ലല്ലോ ആ തീരുമാനം എടുക്കേണ്ടത്. അപ്പൊ ഞങ്ങളിപ്പം ഇതൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടോ? CPIയുടെ പതാക ഉണ്ടോ, CPMന്റെ പതാകയാണോ, അവരുടെ ഘടകകക്ഷികളുടെ പതാകകൾ അതിൽ വരുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങൾ നോക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് അതല്ല പണി. അതിനേക്കാൾ വലിയൊരു വിപത്ത് നമ്മളുടെ മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്, ഡെമോക്രസിന്റെ വാള് പോലെ. അപ്പൊ മോദി എന്ന് പറയുന്ന ഫാക്ടർ ഇവിടെ വിസ്മരിക്കപ്പെടുകയാണ്. സത്യത്തിൽ മോഡിയിൽ നിന്നും രാഹുലിലേക്ക് ഇവരുടെ ടാർജറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയിൽ മോദിയാണോ ടാർജറ്റ്, രാഹുലാണോ ടാർജറ്റ്, ലീഗാണോ ടാർജറ്റ് എന്നുള്ളതാണ് പിണറായി വിജയൻ ആദ്യം വ്യക്തമാക്കേണ്ടത്. അപ്പൊ ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുന്നത് ദഹിക്കാതെ തുടങ്ങിയിട്ട് കുറെ കാലമായി. അപ്പൊ ഇതെങ്ങനെ അകറ്റാൻ പറ്റും? അപ്പോൾ ഓരോരോ വിഷയങ്ങൾ ഇതിനു വേണ്ടി ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നിട്ട്, പലസ്തീന്റെ വിഷയത്തിൽ അങ്ങനെ ഓരോ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് കോൺഗ്രസും ലീഗും തമ്മിൽ ഒന്ന് അകന്ന് കിട്ടുമോ എന്നുള്ളതാണ്. ഇപ്പൊ ഇവരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ കോൺഗ്രസ് നിർബന്ധിച്ചിട്ട് ലീഗിനോട് പതാക വീട്ടിൽ വെച്ചിരിക്കാൻ പറഞ്ഞ പോലെയാണ്. അത് ഐക്യജനാധിപത്യ മുന്നണി ഒരുമിച്ച് ഇപ്പൊ ഈ കഴിഞ്ഞ എല്ലാ സ്ഥലത്തും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു അതിപ്രസരം ഒരു സ്ഥലത്തും ഒരു റോഡ് ഷോയിലും കാണിക്കുന്നില്ല. കാരണം നമ്മുടെ ലക്ഷ്യം അതല്ല. ഒരു ഷോ ഓഫ് അല്ല ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ നോക്കൂ. കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുക. അതിനുവേണ്ടി ഒരു മാപ്പുസാക്ഷിയെ ഉണ്ടാക്കി. ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന അരബിന്ദോ ഫാർമയുടെ ഒരു വ്യക്തിയായിരുന്നു ആദ്യം അറസ്റ്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു, 5 കോടി രൂപ ആദ്യം കൊടുത്തപ്പം ED അദ്ദേഹത്തിന്റെ ജാമ്യത്തിൽ പിന്നീട് പ്രശ്നം ഉണ്ടാക്കിയില്ല.
അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വീണ്ടും പണം പിന്നെ ബോണ്ടിലൂടെ കൊടുത്തു, അദ്ദേഹത്തെ മാപ്പുസാക്ഷിയാക്കി. അതുവരെ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പറയാത്ത ശരത്ചന്ദ്ര റെഡ്ഡി പിന്നീട് അദ്ദേഹത്തിന് കണ്ടു എന്ന് പറഞ്ഞ് ആ പേരിൽ കെജ്രിവാളിനകത്താക്കിയിരിക്കുക. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതൊരു മാച്ച് ഫിക്സിംഗ് ആണ്. എല്ലാ ക്യാപ്റ്റൻസിനെയും മാറ്റി നിർത്തി അതിലെ പ്ലേയേഴ്സിനെ എങ്ങനെ EDയെ വെച്ചുകൊണ്ട് തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റും എന്നുള്ള ഒരു വലിയ ഗെയിം നടന്നുകൊണ്ടിരിക്കുക. പിണറായി വിജയന്റെ പ്രസംഗത്തിൽ ഇതൊന്നും അല്ലല്ലോ വിഷയം. അത് ഈ കേരളത്തിൽ കോൺഗ്രസ് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചല്ല ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയാണല്ലോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ടാർഗറ്റ്. എങ്ങനെയാണ് പിണറായി വിജയന് രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ആക്കാൻ പറ്റുക ഇന്നത്തെ കാലഘട്ടത്തിൽ? അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ? ആ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ഒരു നേതാവല്ലേ രാഹുൽ ഗാന്ധി, അല്ലാതെ മോദിയല്ലല്ലോ. അപ്പൊ അറ്റ്ലീസ്റ്റ് അവർക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഇവിടെ പറയാം. ഇത് നാഷണൽ ലെവലിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. നാഷണൽ ലെവലിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJP എന്ന് പറയുന്ന ടാർഗറ്റ് ആയിരിക്കണം. ആ ഗവൺമെന്റിനെ എങ്ങനെ താഴെ ഇറക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചായിരിക്കണം അദ്ദേഹത്തിന്റെ ചർച്ചകൾ. അത് അദ്ദേഹം തീരെ ഗൗരവത്തിലെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, പച്ചക്കള്ളവും പറഞ്ഞുകൊണ്ടിരിക്കുക. രാഹുൽ ഗാന്ധി CAA കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് വേണ്ടിയിട്ടില്ല, പാർലമെന്റിൽ പിന്നെ ആകെ ആരിഫ് മാത്രമാണ് സംസാരിച്ചത്. ഇതൊക്കെ ഈ നമ്മുടെ നാട്ടിൽ മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഇതൊന്നും അറിയില്ലേ? ഒരു ഗിബിൽസ്യൻ തന്ത്രമാണിത് ശരിക്കും. 100 ആവർത്തി പറഞ്ഞ് അതിനെ സത്യമാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ഈ കൊടിയുടെ ഡിസ്കഷനിലേക്കും ഇതിനെ തിരിച്ചുവിടുന്നത്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഒരു ഫ്ലാഗ്, ഒരു പാർട്ടിയുടെ ഫ്ലാഗ്, അതും ഒരു റോഡ് ഷോയിൽ ഇല്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാവേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇതേ വിഷയങ്ങൾ ഉണ്ടാവുകയും അത് പാകിസ്ഥാനിലാണ് എന്ന വിധത്തിൽ BJP അതിനെ ആയുധമാക്കുകയും ചെയ്തു. പക്ഷെ അതിപ്പോൾ പോലും കോൺഗ്രസിനെ അല്ല, വയനാട് തന്നെയാണെന്ന് ബോധ്യപ്പെടുന്നതിൽ പരാജയപ്പെടുന്നതുകൊണ്ടാണോ വീണ്ടും ഈ അവസ്ഥ? അത് തന്നെ എല്ലാവർക്കും ഈ കോൺഗ്രസിൻ്റെതല്ലേ പ്രശ്നമുള്ളൂ, കോൺഗ്രസിൻ്റെ ഇല്ലല്ലേ പ്രശ്നമുള്ളൂ. ഞാൻ പറയുന്നത് അതൊരു ഇപ്പം സത്യത്തിൽ ഇതേ വിഷയം ഉന്നയിക്കുന്ന 2 ആൾക്കാരാണുള്ളത് ഇന്ത്യയിൽ. ഒന്ന് അമിത്ഷാ ഈ വിഷയം എടുത്ത് ഉന്നയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പിണറായി വിജയൻ. അപ്പൊ അമിത്ഷായും പിണറായി വിജയനും ഒരേപോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ആണോ ശരി, BJP ആണോ ശരി, മാർക്സിസ്റ്റ് പാർട്ടിയാണോ ശരി എന്നുള്ളത് ലോകം വിലയിരുത്തട്ടെ. വിഷയത്തിലൊന്നും കോൺഗ്രസിന് പ്രകടന പത്രികയൊന്നും പറയുന്നില്ല. റദ്ദാക്കുന്നോ ഒന്നും പറയുന്നില്ല. പ്രകടന പത്രിക ഞാൻ ചോദിക്കട്ടെ, ഒരു ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത് CAA സ്ട്രൈക്ക് ചെയ്യാണ് എന്ന് 2019 പറഞ്ഞ രാഹുൽ ഗാന്ധി ഇത് എല്ലാ ദിവസവും ഈ പുറപ്പുറത്ത് കയറി ഇത് പറഞ്ഞുകൊണ്ടിരിക്കണോ? എങ്ങനെ പ്രാവർത്തികമായപ്പോഴും ജയറാം രമേശ് അടക്കമുള്ള ആളുകളാണ് ആദ്യം റിയാക്ട് ചെയ്തത്, നിങ്ങളുടെ പിണറായി വിജയനൊന്നല്ല. പിണറായി വിജയൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് യൂണിയന്റെ ലിസ്റ്റിൽ വരുന്ന ഒരു CAA ഞാൻ സ്ട്രൈക്ക് ചെയ്യും എന്ന് പറയണമെങ്കിൽ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ വിവരമില്ലാതെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാവണ്ടേ? ഇത് ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ട് ആളുകളെ വിഡ്ഢികളാക്കുന്നത്? ഏറ്റവും ഒടുവിൽ KC വേണുഗോപാലും മല്ലികാർജുൻ ഖാർഗെ എന്ന വാർത്താസമ്മേളനത്തിൽ ചോദിക്കുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് നീച്ചു പോകാണ്. ആ വിഷയത്തിൽ ഒന്നില്ല നടപ്പാക്കുന്നതിന് അനുകൂലിക്കുന്നു, അല്ലെങ്കിൽ പ്രതികരിക്കുന്നു എന്നോട് പറയാവുന്ന KC വേണുഗോപാൽ എത്ര പ്രാവശ്യം ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞു? അത് നിങ്ങൾ പറയുമ്പോഴൊക്കെ അത് പറഞ്ഞുകൊണ്ടിരിക്കണോ? ഇന്ന് ഞങ്ങൾ പറയുന്നു കോൺഗ്രസ് അടക്കമുള്ള ഇത് മുന്നണിയിലുള്ള ആളുകളാണ് നമ്മൾ.
ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ CAA പോകും എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അടിവരയിട്ടിരിക്കുന്നു. ഇനി അതിന്റെ പേരിൽ ഒരു സംശയമായിട്ട് നിങ്ങൾ നടക്കേണ്ട ആവശ്യമില്ല. ആസാമിൽ ചെന്നിട്ട് 2019 അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇതൊരിക്കലും ഇവിടെ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു നിയമമല്ല, മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു നിയമം ശരിക്കും ഭരണഘടനയുടെ അനുച്ഛേദം 14 എതിരാണ് എന്ന് ആദ്യം പറഞ്ഞ ആള് ജയറാം രമേശാണ്. അപ്പൊ സത്യത്തിൽ ഇത് മാനിഫെസ്റ്റോയിൽ വരുന്നോ ഇല്ലേന്ന് ഭരണഘടനാ വിരുദ്ധമായൊരു സാധനമാണത്. അത് ഈ ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഭരണഘടനയെ നിലനിർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയെ നിലനിർത്തും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഭരണഘടനയെ കാത്തു സൂക്ഷിക്കും, ജനാധിപത്യം നിലനിർത്തും എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം ഭരണഘടനാ വിരുദ്ധമായതൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്ന തന്നെയാണ്. ഇത് മാത്രമല്ലല്ലോ, ഭരണഘടനയെ വിരുദ്ധമായി എന്തെല്ലാം കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംഭവം നമ്മുടെ മുന്നിലില്ലേ? ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് വേണ്ടി പല സ്റ്റേറ്റുകളും തീരുമാനമെടുത്തില്ലേ BJPയുടെ? ഇതെല്ലാം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ ഭരണഘടനയെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CAA മാത്രമല്ല, ഏതൊക്കെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ BJP കൊണ്ടുവന്നിട്ടുണ്ടോ അത് മുഴുവൻ സ്ട്രൈക്ക് ചെയ്യുമെന്നാണ് അതിന്റെ അർത്ഥം. അത് പ്രകടന പത്രിക ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ഓരോന്നെടുത്ത് പറയണം. ഭരണഘടന സംരക്ഷിക്കും എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. എന്താ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് പറഞ്ഞത്? ഭരണഘടന സംരക്ഷിക്കാനും അതുപോലെ തന്നെ ഈ രാജ്യത്ത്. അപ്പൊ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ? മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ? ഓരോ പിന്നെ ഇന്ത്യ ഭരിക്കാൻ പോവാണല്ലോ. ഭരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യ മുന്നണിയായി. അതല്ല ഞാൻ ചോദിക്കുന്നത്. നിലപാടുണ്ട്. കോൺഗ്രസിന് മാത്രമേ നിലപാടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ജാതി സെൻസസ് ഞാൻ നിയമസഭയിൽ ചോദിച്ചു. അന്നെന്താ ഇവര് മറുപടി പറഞ്ഞു? ഇതിൻ്റെ അകത്ത് ജാതി സെൻസസ് കേരള ഗവൺമെന്റിന് ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞു അല്ലേ? അന്ന് ജാതി സെൻസസ് വേണം എന്ന് രാജ്യത്ത് മുഴുവൻ പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ അത് ഭരണഘടന പിന്നെ മാനിഫെസ്റ്റോയിൽ വരുന്ന കണ്ടപ്പം നിങ്ങളും ജാതി സെൻസസ് പറഞ്ഞു. അപ്പൊ ഇത് എന്തിനാ നിയമസഭയിൽ ഞാൻ ചോദിച്ചപ്പം ജാതി സെൻസസ് പിന്നെ നടപ്പിലാക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞത്? കോൺഗ്രസ് അധികാരമുള്ള സ്റ്റേറ്റുകളിലൊന്നും നടപ്പാക്കിയിട്ടുണ്ടല്ലോ. കോൺഗ്രസ് അധികാരമുള്ള സ്റ്റേറ്റുകളിലൊന്നും അത് നടപ്പാക്കി കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ അഭിപ്രായപ്പെട്ടെങ്കിൽ കൂടി പല സ്റ്റേറ്റുകളിൽ അത് ഞാൻ ചോദിക്കട്ടെ, ബീഹാറിൽ അത് നടപ്പിലാക്കിയല്ലോ. ബീഹാറിൽ അന്ന് നടപ്പിലാക്കുമ്പോൾ കോൺഗ്രസ് മുന്നണിയാണ്, മനസ്സിലായില്ലേ? ഇനി നിതീഷ് കുമാർ അപ്പുറത്തേക്ക് പോയല്ലോ, ഇനി നടപ്പിലാക്കുമോ? അപ്പൊ കോൺഗ്രസ് അന്ന് എടുത്ത ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ജാതി സെൻസസ് അവിടെ നടപ്പിലാക്കിയത്. മാത്രമല്ല അദ്ദേഹം എല്ലാ സ്റ്റേറ്റിലും ചെന്നിട്ട് ജാതി സെൻസസ് നടപ്പിലാക്കുന്നത് അവരുടെ മാനിഫെസ്റ്റോയിൽ ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഘടകകക്ഷി എന്ന നിലയിൽ പക്ഷെ ഇപ്പൊ കോൺഗ്രസിന് അധികാരമുള്ള സ്റ്റേറ്റുകൾ നടപ്പാക്കാവുന്നുണ്ട്. എങ്ങനെ ജാതി സെൻസസ് അവർ നടപ്പിലാക്കുമെന്ന് പറഞ്ഞല്ലോ. അതിന് പ്രോസസ്സ് കർണാടകയിൽ തുടങ്ങുകയും ചെയ്തല്ലോ. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല? അല്ല, ജാതി സെൻസസ് നടപ്പിലാക്കുന്നതിന് വേണ്ടി അവരുടെ ഗവൺമെന്റ് തീരുമാനിച്ചു. അത് ഒരു പ്രോസസ്സല്ലേ. അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി ലീഗിന്റെ കൊടിയെടുത്തിട്ട് എല്ലാ പ്രകടനത്തിലും ഒന്ന് നിൽക്ക്. കാരണം ആ കൊടിയൊന്ന് രക്ഷപ്പെടുത്ത്.
എന്താണ് പറയുന്നതിന്. എന്താ സ്ഥിതി? SDPI ആണ് പിന്നെ ഈരാറ്റുപേട്ടയിൽ ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് അവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമേ എനിക്കറിയുള്ളൂ. ആ, അതിൽ യാതൊരു മാറ്റവും ഇല്ലല്ലോ, ഒരു മാറ്റമില്ല. അത് തന്നെയല്ല ഇപ്പം പിന്നെ VD സതീശനും പറഞ്ഞു. KPCC പ്രസിഡന്റ് അല്ല ഞാൻ. VD സതീശനും അതുപോലെ തന്നെ MMSനും ഒരുമിച്ചിരുന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ അത് UDF ആണ്. UDFന്റെ ചെയർമാനും UDFന്റെ കൺവീനറും കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. ഒരു മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരാളും അതിന്റെ കൺവീനറും പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ AK ബാലൻ പറയണം. അതന്നെ, എല്ലാവർക്കും വേറെ വേറെ അഭിപ്രായം. എങ്ങനെ ലീഗിന്റെ വോട്ടുകൾ തനിക്ക് കിട്ടുന്നതാണ് ഹംസയുടെ അവകാശവാദം. അതിപ്പോ എല്ലാവർക്കും എല്ലാം പറയാലോ. ഒരു സ്ഥാനാർത്ഥിക്ക് പറഞ്ഞോട്ടെ എനിക്ക് ഇന്ന വോട്ട് കിട്ടും, അത് അത് അദ്ദേഹത്തിന് പറയേണ്ടി വരുമല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത്. അത് ഒരു സ്ഥാനാർത്ഥിന്റെ സ്ട്രാറ്റജിയാണല്ലോ. അത് വെച്ചിട്ട് എല്ലാവരും പോയിട്ട് അവിടെ വോട്ട് ചെയ്യണമെന്നില്ലല്ലോ. പണ്ട് ഇതേപോലെ തന്നെയല്ലേ ഹുസൈൻ രണ്ടത്താണിനെ കൊണ്ടുവന്നത്. എല്ലാ സമസ്ത വോട്ടുകളും മറ്റു വോട്ടുകളും മുസ്ലിം ഏകീകരണവുമായി ബന്ധപ്പെട്ട വോട്ടുകൾ കിട്ടുന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പൊ ഇതൊക്കെ ജൂൺ 4-ാം തീയതിക്ക് ശേഷം മറുപടി പറയേണ്ട കാര്യങ്ങളാണ്. ഇതാണ് ശരിക്കും യഥാർത്ഥ ഫാഷിസം എന്ന് പറയുന്നത്. ധ്രുവ് രാഠി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, അദ്ദേഹം ഈ കേരള സ്റ്റോറിയെ തലനാരിഴ കീറി പരിശോധിച്ച് അത് സത്യവിരുദ്ധമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. 1,60,00,000 ആളുകളോ മറ്റാണ് അദ്ദേഹത്തിൻ്റെ ആ യൂട്യൂബ് കണ്ടിട്ടുള്ളത്. അപ്പം ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു കാര്യമാണ്, കേരളത്തിലുള്ള നമുക്ക് വ്യക്തമായി അറിയുന്ന കാര്യമാണ്. ഇതെല്ലാം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള കഥകളാണെന്നുള്ളത്. പക്ഷെ BJP ഒന്ന് തീരുമാനിച്ചാൽ അത് ഏത് വിധേനയും ഈ രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാക്കാൻ, മതങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവർ പയറ്റി നോക്കും. കാരണം ഈ ഇലക്ട്രൽ ബോണ്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പരകാല പ്രഭാകരൻ പറഞ്ഞിട്ടുള്ളത്, അതായത് നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യയിൽ മാത്രമല്ല ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സ്കാമാണ്. അത് അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. ഈ സ്കാം ശരിക്കും ചർച്ചയ്ക്ക് വന്നാൽ ഈ ധ്രുവരേഠിയുടെ പിന്നെ ഇതിൽ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബും വന്നിട്ട് അതിനും വലിയ വ്യൂവർഷിപ്പാണ്. അപ്പം നമ്മളൊന്നും കാണാതെ ഒരു സൈലന്റ് ആയിട്ടുള്ള കുറേ ആളുകൾ ഇത് കാണുന്നുണ്ട്. ഇതിന്റെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഈ കേരള സ്റ്റോറി കൊണ്ടുവരുന്നത്, അതും ദൂരദർശൻ ഔദ്യോഗികമായി. ഇപ്പൊ നമുക്കറിയാലോ, എല്ലാ ഔദ്യോഗിക ബോഡികളും സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗവൺമെന്റ് കീഴിലുള്ളതാണ്. അവർ ഗൂഗിളിൽ 1 കോടി രൂപയ്ക്ക് ആഡ് ചെയ്തിട്ടാണ് മോദിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ധാരാളം വിഷ്വൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതുപോലെ എല്ലാ ഗവൺമെന്റ് മിഷനറികളും അവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, സർക്കാരിന്റെ തന്നെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒക്കെ ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക.
അപ്പൊ ദൂരദർശൻ അവർ ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഞാൻ പറയുന്നത് ഒറ്റക്കെട്ടായി ഈ കേരളം ഇതിനെതിരെ പ്രതികരിച്ചേ മതിയാവുകയുള്ളൂ. ഇത് ദൂരദർശൻ എന്ന് പറയുന്ന ഒരു സർക്കാർ മെഷീനറിയെ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സത്യത്തിൽ ജനാധിപത്യം തകർന്നിരിക്കുന്നു, മതേതരത്വം തകർന്നിരിക്കുന്നു, നമ്മളുടെ എല്ലാ മൂല്യങ്ങളും തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു.